മോളെ എഴുന്നേറ്റ് ഈ മരുന്ന് കഴിച്ചേ, പനി മാറണ്ടേ നമുക്ക്? വേണ്ട അമ്മേ, ആ മരുന്ന് എനിക്ക് വേണ്ട. ഭയങ്കര കയ്പാണ്, കുടിക്കാൻ വയ്യ. മരുന്നിന് പിന്നെ കയ്പല്ലാതെ പിന്നെ എന്താ? അമ്മ അത് കേട്ടോ, അവൻ എന്നെ കളിയാക്കുന്നു. എന്റെ മോൾ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. എഴുന്നേൽക്ക്, നല്ല മോളെ ഈ മരുന്ന് കുടിക്കേ, നാളെ സ്കൂളിൽ പോകണ്ടേ. എന്താ ഇവിടെ ഒരു ബഹളം? മുത്തശ്ശി, ഇവൾക്ക് മരുന്ന് കുടിക്കാൻ മടി. മടിയൊന്നും അല്ല മുത്തശ്ശി, ഈ മരുന്നിന് വല്ലാത്ത കയ്പാ, കുടിക്കാൻ പറ്റുന്നില്ല. ഓ അതാണോ കാര്യം? മുത്തശ്ശിയോട് പറയണ്ടേ? അതിന് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. ഇനി മുത്തശ്ശിയുടെ മോള് ഈ മരുന്നൊന്ന് കുടിച്ചു നോക്കിക്കേ. ഇപ്പൊ കയ്പാണോ മധുരമാണോ? ഹായ്, നല്ല മധുരം. എന്നാൽ എനിക്കും വേണം ആ മരുന്ന്. മുത്തശ്ശി, ഈ തേൻ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? തേനീച്ചകളെ കണ്ടിട്ടില്ലേ എന്റെ കുട്ടികള്? അവരാണ് തേൻ ഉണ്ടാക്കുന്നത്. പൂക്കളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് തേൻ. മുത്തശ്ശി ഒരു തേൻ കൊതിയനായ കരടിയുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരു കൊതിയനായ കരടി താമസിച്ചിരുന്നു. എന്നും കാട്ടിലൂടെ കറങ്ങി നടന്ന് വയറ് നിറയെ പഴങ്ങൾ പറിച്ച് കഴിച്ച് ഏതെങ്കിലും ഒരു വലിയ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങലാണ് നമ്മുടെ കരടിക്കുട്ടന്റെ സ്ഥിരം ഹോബി. അപ്പോഴാണ് ഒരു തേനീച്ച തന്റെ തേൻ കുടവുമായി അതുവഴി വന്നത്. കുടം നിറയെ തേൻ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു തുള്ളി തേൻ അറിയാതെ താഴെ കിടക്കുന്ന നമ്മുടെ കരടിക്കുട്ടന്റെ ചുണ്ടിൽ വീണു. കരടിക്കുട്ടൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇതെന്താണ് മധുരമഴയോ? ഇതെവിടുന്ന് വന്നു? ഇനിയും പെയ്യുമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പൂവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പൂവ് കരടിയോട് പറഞ്ഞു, മധുരമഴയൊന്നുമല്ല, തേനീച്ചകൾ ഞങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് തേൻ കൊണ്ടുപോകുമ്പോൾ താഴേക്ക് ഇത്തിരി വീണു പോയതാ. തേനോ? അതെന്താ സാധനം? ഞങ്ങളിൽ നിന്നോ പഴങ്ങളിൽ നിന്നോ തേനീച്ചകൾ തേൻ ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പ് ദ്രാവകമാണ് തേൻ. അത് ഇനി എവിടെ കിട്ടും? എന്തു സ്വാദാണ് അതിന്? എനിക്കും കുറച്ച് തരുമോ? തേനീച്ചകളോട് ചോദിച്ചാൽ കിട്ടും, പക്ഷേ അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം. ചോദിക്കാതെ എടുത്താൽ പിന്നെ പറയണ്ടല്ലോ, അവരുടെ കുത്തുകൊണ്ട് ഓടേണ്ടി വരും. ശരി, എവിടെയാണ് തേനീച്ചകളുടെ വീട്? എനിക്ക് വഴി പറഞ്ഞു തരുമോ? വഴിയൊക്കെ പറഞ്ഞു തരാം, പക്ഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? ആലോചിക്കാൻ ഒന്നുമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ആ തേൻ കുടിക്കാൻ കൊതിയായി. എങ്ങനെയെങ്കിലും എനിക്ക് ആ തേൻ കിട്ടിയേ പറ്റൂ. വേഗം സ്ഥലം പറഞ്ഞു തരൂ. സ്ഥലമൊക്കെ പറഞ്ഞു തരാം, പക്ഷേ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോകാൻ. പുഴയ്ക്കക്കരെയാണ് അവരുടെ ആവാസ സ്ഥലം. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അവരുടെ പട്ടാളം ഇറങ്ങും. ഇറങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, ജീവൻ വേണമെങ്കിൽ പുഴയിലേക്ക് എടുത്തു ചാടുക. അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ആക്രമിക്കാൻ എന്തായാലും കഴിയില്ല. പൂവ് പറഞ്ഞത് കേട്ട് കരടി അവിടെ നിന്നും തേനീച്ചകളുടെ വാസസ്ഥലം ലക്ഷ്യമാക്കി നടന്നു. പൂവ് പറഞ്ഞു കൊടുത്തതുപോലെ വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ട് പോയത്. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ നോക്കിയപ്പോൾ ഒരു കുടത്തിൽ നിറയെ തേൻ കണ്ടു. ഇത് കണ്ടത് നമ്മുടെ കരടിക്കുട്ടന്റെ കൺട്രോൾ പോയി. കരടിക്കുട്ടൻ കുടങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു. പെട്ടെന്നാണ് തേനീച്ച പട്ടാളം കരടിയെ കണ്ടത്. നമ്മുടെ താവളം ആക്രമിക്കാൻ ഒരു കരടി വരുന്നു, എല്ലാവരും വേഗം തയ്യാറാവൂ. പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ കരടിക്കുട്ടൻ ഓടി പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു.
അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തേനീച്ച പട്ടാളം കാരണം കരടിക്കുട്ടന് ഒരു തുള്ളി തേൻ പോലും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കരടിക്കുട്ടൻ പതിവ് പോലെ കാട്ടിലെ പഴങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു നിലവിളി കേട്ടു. നമ്മുടെ കരടിക്കുട്ടൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കി. അപ്പോഴതാ ഒരു വലിയ ചിലന്തി വലയിൽ ഒരു തേനീച്ച കുടുങ്ങിക്കിടക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ കരടിക്കുട്ടൻ ഒന്ന് ആലോചിച്ചു. ഇതിനും അവരുടെ കുത്ത് കൊള്ളേണ്ടി വരുമോ ദൈവമേ? എന്തു വന്നാലും ഓടി പുഴയിലേക്ക് ചാടാം. ഇതും പറഞ്ഞ് തേനീച്ചയെ ചിലന്തി വലയിൽ നിന്ന് രക്ഷിച്ച് ഒരു ഇലയിലിരുത്തി. കരടിക്കുട്ടൻ ഓടി പുഴയിൽ ചാടി. ഇത് കണ്ട തേനീച്ച പറന്ന് കരടിയുടെ അടുത്തേക്ക് വന്നു. അയ്യോ, കുത്തല്ലേ, ഇനി ചിലന്തി വലയിൽ കുടുങ്ങിയാലും രക്ഷിക്കില്ല, സത്യം. ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നതാ. അപ്പൊ കുത്താൻ വന്നതല്ലേ? കുത്താനോ? എന്തിന്? ഞങ്ങൾ കാരണമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാറില്ല. ഇത് കേട്ടപ്പോൾ കരടി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അപ്പോ അതാണ് കാര്യം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതാരായാലും ഞങ്ങൾ ആക്രമിക്കും. കാലങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തേനുണ്ടാക്കുന്നത്. അതിന്റെ മധുരം കാരണം അത്രയ്ക്ക് കൊതിച്ചു പോയി. അതാ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് കുറച്ച് തേൻ കൊണ്ടുതരുമോ കൂട്ടുകാരാ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന തേനായതുകൊണ്ട് പുറത്തുനിന്നും ഒരാൾക്ക് അത് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അങ്ങനെ എടുത്തു കൊടുത്താൽ തന്നെ അവരെ തേനീച്ച കൂട്ടത്തിൽ നിന്നും പുറത്താക്കും. പക്ഷേ വേറൊരു വഴിയുണ്ട്. എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. തേൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്, പറയൂ. ഈ കാട്ടിലെ ഏറ്റവും മണമുള്ളതും മധുരമുള്ളതുമായ പഴങ്ങളും പൂക്കളും എനിക്ക് കാണിച്ചു തരിക. ഞാൻ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി മധുരമുള്ള തേനുണ്ടാക്കി തരുന്നതാണ്. ഇത് കേട്ട കരടിക്കുട്ടന് സന്തോഷമായി. കരടിക്കുട്ടൻ പൂവിന്റെ അടുത്ത് പോയി മധുരമുള്ള പൂക്കളുള്ള സ്ഥലം അന്വേഷിച്ചു. പൂവ് ഒരു മനോഹരമായ പൂന്തോട്ടം കാണിച്ചു കൊടുത്തു. അന്നു മുതൽ കരടിക്ക് മതിയാവോളം എന്നും തേൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കരടിയും തേനീച്ചയും ഇന്നും പിരിയാത്ത സുഹൃത്തുക്കൾ. മുത്തശ്ശി തിരക്കിലാണോ? എന്തു പറ്റി? ബാക്കി എല്ലാവരും എവിടെ പോയി? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അവൻ അച്ഛന്റെ കൂടെ പുറത്തു പോയി. ബേബിയോ? അവൻ ഉറങ്ങുകയാ. ആരും ഇല്ലാഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്നു. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, മോള് വാ, ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കി. മുത്തശ്ശി 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിർത്താമോ തന്റെ ഈ കൈതരാഗം? ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാതെയായി. ഒന്ന് പോയി തരുമോ? ഇത് കേട്ട കുരങ്ങന് സങ്കടമായി. എങ്ങനെയെങ്കിലും ഒരു വലിയ പാട്ടുകാരനാകണം. അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ? ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാട് വിട്ടു. അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? നിങ്ങളെ ഇതിനു മുമ്പ് ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ.
ഞാൻ കുറച്ച് ദൂരെ നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തിന്? എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി. അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി. അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വന്നതാ. ആണോ? സെയിം ബീച്ച്. ഞാനും നാട് വിടാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിടാം. നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ? ഏയ്, സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്. അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വേണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ? നാട് വിടാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. കുരങ്ങോ കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹേ. ശംഭോ മഹാദേവ. ചേട്ടൻ പാടുമോ? എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ. താങ്ക്സ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്ത് പറ്റി? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇതിനു മുന്നേ നിങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്ന എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എന്ത് പറ്റി? അല്ല, ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ചോദിച്ചതാ. ഇരുകാലികൾ പണ്ടേ അങ്ങനെ നന്ദിയില്ലാത്ത വർഗങ്ങൾ. ബൈ ദ ബൈ, എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം? യജമാനൻ എന്നെ ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലും തന്നിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ അയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികം. എന്തായാലും വഴി തെറ്റിയിട്ടില്ല. എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നുപെട്ടത്. ഞാൻ ഗാനഗന്ധർവൻ കുരങ്ങദാസ്. ഇത് നായ സാർ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാട് വിടാൻ ഇറങ്ങിയതാണ്. പോരുന്നോ ഞങ്ങളുടെ കൂടെ? അങ്ങനെ അവർ 3 പേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടു. കരയണ്ട, ഒന്നും ചോദിക്കുന്നില്ല. പ്രായമായത് കാരണം യജമാനൻ പുറത്താക്കിയതാണല്ലേ. എല്ലാം മനസ്സിലായി. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അങ്ങനെ അവർ 4 പേരും കൂടി യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും 4 സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു. അവർക്ക് വിശക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിന്നാൻ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അമ്മേ, വിശക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ പൂവങ്കോഴി ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി. അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം. ദേ, അവിടെ കുറച്ച് അകലെയായി ഒരു വെളിച്ചം കാണുന്നു. ഒരു കുടിലാണെന്നും തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല. അങ്ങനെ അവർ 4 പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കല്ലേ, ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. അങ്ങനെ കോഴി വീടിന്റെ ചുറ്റും പോയി നോക്കി. അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു. അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എന്തു പറ്റി പൂവൻ? വിശന്നിട്ട് ബോധം പോയതാവും. അതല്ല, അകത്തകത്ത്. ഓടിക്കോ. അകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷേ വീടിനകത്ത് ഒരു വേട്ടക്കാരനുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റൂ. അങ്ങനെ അവർ പരസ്പരം കൂടി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നു. നായ അവന്റെ മേലെ നിന്നു. പൂച്ച നായയുടെ മുകളിൽ നിൽക്കുകയും
പൂവൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി. അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ 4 മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അന്ന് മുതൽ ആ 4 കൂട്ടുകാരും കുരങ്ങന്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല. ഒരിക്കൽ രാജാവും മന്ത്രിയും പൂന്തോട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്ന് അവരുടെ മുന്നിൽ ഇരുന്നത്. ഇത് കണ്ട രാജാവിന് ഒരു കൗതുകം തോന്നി. മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, നമ്മുടെ രാജ്യത്ത് എത്ര പ്രാവുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറുപടി നൽകുന്നതിന് മുമ്പ് മന്ത്രി ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, 6593 പ്രാവുകളുണ്ടെന്ന് ഞാൻ കരുതുന്നു മഹാരാജാവേ. അതെങ്ങനെ ഇത്ര കൃത്യമായി താങ്കൾക്ക് പറയാൻ പറ്റും? അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണി നോക്കാം. എന്താ? അപ്പോൾ പ്രാവുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവാണെങ്കിലോ? കുറവാണെങ്കിൽ ഒരു പക്ഷേ അവരിൽ ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോയതാവും. ഹഹാ, അപ്പോൾ കൂടുതലുണ്ടെങ്കിലോ? എന്താ സംശയം? മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രാവുകൾ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കും. ഇത് കേട്ടതും രാജാവിന് ചിരി അടക്കാനായില്ല. ഹഹഹഹ. മന്ത്രി, നിങ്ങൾ ഒരു രസികൻ തന്നെ, വളരെ ബുദ്ധിമാനും. നിങ്ങളെ എനിക്ക് മന്ത്രിയായി കിട്ടിയതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങൾ എന്നെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പാചകക്കാരനും ഗജാഞ്ചിയും അവിടെ ഒരു തൂണിന്റെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു. മന്ത്രിക്ക് രാജാവിന്റെ പിന്തുണ വളരെ കൂടുതലാണ്. നാം അത് അവസാനിപ്പിക്കണം. പക്ഷേ എങ്ങനെ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി. നമുക്കൊരുമിച്ച് മന്ത്രിയെ എന്നേക്കുമായി ഈ കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കാം. അങ്ങനെ അവർ മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. പിറ്റേ ദിവസം എന്താണ് ഖജാൻജി? എന്താണ് കാണണമെന്ന് പറഞ്ഞത്? പ്രഭു, മരിച്ചവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു. ഓ, അത് കൊള്ളാലോ. അതേ പ്രഭു, അതുകൊണ്ട് നമുക്ക് അമ്മിയുടെ പിതാവിന്റെ ക്ഷേമത്തെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാലോ? തീർച്ചയായും. ഇത് സത്യമാണോ? അതേ പ്രഭു, എന്റെ കൂടെ നമ്മുടെ പാചകക്കാരനും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ ഇതേപറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന് മന്ത്രിയെ പോലുള്ള ബുദ്ധിമാനും ഉത്തരവാദിത്തമുള്ളവനുമായ ഒരാൾ ആവശ്യമാണ് എന്നാണ് ആ സന്യാസി പറഞ്ഞത്. അതെ, അദ്ദേഹം തീർച്ചയായും ഇവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയാണ്. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. രാജാവ് മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രഭു, ഇത് താങ്കളുടെ ആഗ്രഹമാണെങ്കിൽ ഞാൻ പോകാം. മന്ത്രി, നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, പക്ഷെ 2 വ്യവസ്ഥകളിൽ. ഒന്നാമതായി, എന്റെ അഭാവത്തിൽ എന്റെ കുടുംബത്തെ പരിപാലിക്കണം. രണ്ടാമതായി, അവരുടെ ക്ഷേമത്തിനായി എനിക്കൊരു തുക ആവശ്യമാണ്. സമ്മതിച്ചു. ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. മന്ത്രി പദ്ധതി അംഗീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം തന്ത്രം മനസ്സിലുണ്ടായിരുന്നു. സെമിത്തേരിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് നമുക്കൊരു തുരങ്കം നിർമ്മിക്കണം. അതായിരിക്കും എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി. മന്ത്രിയും അദ്ദേഹത്തിന്റെ ആളുകളും രഹസ്യമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നെത്തി. മന്ത്രിയെ ജീവനോടെ ഒരു കുഴിയിലിട്ട് മൂടി. എന്നാൽ നമ്മുടെ മന്ത്രി തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്നു. മന്ത്രി മാസങ്ങളോളം വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു. ഗജാഞ്ചിയും പാചകക്കാരനും മന്ത്രിയുടെ കഥ കഴിഞ്ഞെന്ന് കരുതി സന്തോഷിച്ചു. എന്നാൽ ഒരു ദിവസം മന്ത്രി കൊട്ടാരത്തിലേക്ക് മടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി.
മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള വാർത്തയായി മടങ്ങി വന്നതാണ്. പറയൂ മന്ത്രി, എന്താണ് നമ്മുടെ പിതാവ് പറഞ്ഞത്? അവിടെ വളരെ കുറച്ച് പാചകക്കാർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇവിടത്തെ പാചകക്കാരനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്നോട് പൊറുക്കണം മഹാരാജൻ. എന്താണ്? എന്തു പറ്റി? മന്ത്രിയോട് അസൂയുള്ള ഞങ്ങൾ മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങളോട് ക്ഷമിക്കൂ. അസൂയുള്ള ഗജാഞ്ചിയും പാചകക്കാരനും അവരുടെ വഞ്ചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു. അതേസമയം മന്ത്രിയുടെ ബുദ്ധിയും ജ്ഞാനവും വീണ്ടും തിളങ്ങി.